അളിയാ ദോസ്തേ ആദി ബൈക്ക് പുതിയതാ മേടിച്ചതാ? ബൈക്ക് അടിച്ചു മാറ്റിയതാ. അതെന്റെ ജോലിയല്ലേ, നിന്റെ ഒരു തമാശ. സത്യം പറഞ്ഞ് ഇതുപോലൊരു വണ്ടി ഓടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. നോക്കിയപ്പോ അവിടെ ആരുമില്ല, ഞാൻ പോക്കി. ഇതൊക്കെ ഏതെങ്കിലും വെള്ളമടിക്കാരോട് പറഞ്ഞാൽ മതി, ഞാൻ വിശ്വസിക്കില്ല. ട്രീറ്റ് തരണമെന്ന് വെച്ച് നീ എന്നോട് നുണ പറയുന്നല്ലേ? പറഞ്ഞ വിശ്വസിക്കത്തില്ല. ഇതാ ഇത് പിടിച്ചേ, ഉടനെ മനസ്സിലാവും. ഓക്കേ, നീ പോയിക്കോ, ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. എടാ ഈ ബൈക്കിന്റെ കോലം കണ്ടില്ലേ? ഒരുമാതിരി പ്രഗ്നന്റ് ആയ പശുവിന്റെ പോലെ. ഫ്രണ്ട് വീല് തിരുവനന്തപുരത്തും ബാക്ക് കോഴിക്കോടും. എങ്ങനെയാണ് ഇത് ഓടിക്കണത്? ഏതോ പഴയ ലോറി മേടിച്ച് റീമോഡൽ ചെയ്ത് ആക്രിക്കടയിലുള്ള പഴയ പാത്രങ്ങളൊക്കെ എടുത്ത് കെട്ടിപ്പറക്കി ഫിറ്റ് ചെയ്തിരിക്കുന്ന കണ്ടില്ലേ? അണ്ണാ നിനക്കൊരു റൗണ്ട് പോണെന്നോ? ഞാൻ ഓടിച്ചു കാണിക്കാലോ. ഇതെന്റെ ബൈക്കാണ്. നിന്റെ ബൈക്കോ? എന്നാ ലാസ്റ്റ് വില പറ, എത്രയാ? നീ എന്നെ അടിക്കാൻ കഴിയുമെങ്കിൽ പബ്ലിക് ആരെങ്കിലും കാണുന്നുണ്ടോന്ന് നോക്കിയേ. ഇല്ല. എന്നാ ഒരു തവണ വേണമെങ്കിൽ അടിച്ചോ. ഓൾ ദി ബെസ്റ്റ്, കീപ് ഇറ്റ് അപ്പ്. ആദി 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 എനിക്ക് നിന്നെ മനസ്സിലാക്കാനേ കഴിയുന്നില്ല. എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അഞ്ജലിയൊക്കെ ഞാനൊരു റിലിയും കണ്ടില്ല. സത്യം പറഞ്ഞോ, ഐ ലവ് യു പറയാൻ വേണ്ടിയില്ല അവളെ തേടുന്നത്. പ്രേമിക്കുന്നില്ല എന്ന് അവളോട് പറയാൻ പോവാ. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ് കല്ലാണി നെങ്കിലെന്ന്. എത്ര ക്ഷമിക്കണം. എന്താടോ അപ്പോ പേര് മാത്രമല്ല, ജീവിതവും രാജകീയമായി തന്നെയാ. 4 പൈലറ്റ്, 40 സെക്യൂരിറ്റി, സെറ്റപ്പ് എല്ലാം കൊള്ളാം. എല്ലാ അണ്ണന്റെ കാരണം കൊണ്ടല്ലേ. ഇരിക്കടോ. എന്താടോ 10,000 രൂപ ശമ്പളത്തിന് ഇവർ നിന്നെ ഇത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിന്നെ മന്ത്രിയാക്കി എന്നെ നീ എങ്ങനെ കാണണം? അയ്യോ, അണ്ണൻ എന്താ ഈ പറയുന്നത്? അണ്ണൻ എന്താ വേണ്ടത് പറ. ഞാൻ ചുമ്മാ തന്നെ കാണാൻ വന്നതാ. ഇവിടെ വെച്ചോ? നാറ്റം അഴുക്ക് ചാരി വണ്ടിയിലിരിക്കണ എ സി ഉണ്ടെണ്ണ. എന്തിന്? നമ്മൾ ഇവിടുന്ന് വന്നവരല്ലേ. നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് എത്രയോ നാളായി. 2 ചായ പറ. കഴിക്കേ. ട്രാഫിക് നിയന്ത്രിക്കടാ. ട്രാഫിക് മിണ്ടായിരി. എന്നെ കാണാൻ അണ്ണൻ ഇങ്ങോട്ട് വരണമായിരുന്നു. ഒരു ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇവിടെയൊക്കെ ഇരുന്നോണ്ട് ഇതുപോലുള്ള സ്ഥലത്തുനിന്നല്ലേ നിന്നെ കൊണ്ടുപോയി വാർഡ്, പഞ്ചായത്ത്, MLA, MP, മന്ത്രി എന്നൊക്കെ ആക്കിയത്. ആ കാലമൊക്കെ വേറെ അല്ലേ. എന്താ അങ്ങോട്ട് തിരിച്ചു പോകാൻ താല്പര്യമുണ്ടോ? എന്താണ്? എന്താ കണ്ടില്ലേ, നിനക്ക് തന്നെ അറിയാം. അബ്ദുള്ള, സദ, ഇവർ 2 പേരും 2 കണ്ണല്ലേ? ഈ കത്തി പോലെയാ. അവരാ എന്റെ ആയുധം. അവരാവശ്യപ്പെട്ടതൊന്നും ഞാൻ ഇതുവരെ ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. അറിയാം. എനിക്ക് ഈ 5 വർഷത്തെ അധികാരമൊന്നും പറ്റില്ല. ജീവിതകാലം മുഴുവൻ എനിക്കായിരിക്കണം എല്ലാ അധികാരവും. പക്ഷെ ഇവർക്ക് നിന്നെ പോലെ MP ആവണമെന്ന്. എടാ, MP ആകണമെന്ന് എന്നോട് പറഞ്ഞൂടെ? വെറുതെ അണ്ണനെ ശല്യപ്പെടുത്താൻ. ഇതൊക്കെ വലിയൊരു കാര്യമാണോ? ഇത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു. ഹൈവേസ് കോൺട്രാക്ട് കൂടെ വാങ്ങിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞായിരുന്നു. പോട്ട് നമുക്ക് റെഡിയാക്കാം. അവന് MP സീറ്റും ഇവന് കോൺട്രാക്റ്റും കിട്ടിയിരിക്കണം. കൊടുത്തേ മതിയാവും. ഹായ് അഞ്ജലി. ഹായ്. വീടിന്റെ വാതിൽ വരെ വന്നിട്ട് അകത്തോട്ട് കയറാതെ പോയ? ഒന്നുമല്ല, ഇന്നലെ ഉരുണ്ട് വീണില്ലേ, അത് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടി വന്നതായിരുന്നു. എന്താ ഇവിടെ ഒരു അടികെട്ടിയ കിടപ്പാവെന്ന് വിചാരിച്ചോ? ആ, അത് ഞാൻ കണ്ടതായിരുന്നു. സാർ ഭയങ്കര റൊമാൻറ്റിക് മൂഡിലായിരുന്നല്ലോ. സോറി അഞ്ജലി. എന്തിനാ? അല്ല, ഇന്നലെ ഇയാള് വീട്ടിൽ വന്നപ്പോ ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു അല്ലേ? ചേച്ചേ, ആ സ്ഥാനത്ത് ഞാനാണെങ്കിലും അത് തന്നെ പറയുള്ളായിരുന്നു. സത്യം പറഞ്ഞ ഞാനാ നിങ്ങളോട് താങ്ക്സ് പറയണ്ട. എന്തിന്? ഞാൻ റൊമാൻറ്റിക് ആയിരുന്നുണ്ടോ? അല്ല, എന്നെ രക്ഷിച്ചതിന്. ഇത് നേരെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. അയ്യോ അതല്ല, ആ സമയത്ത് വരുന്നത് നല്ലതല്ലോ അല്ലേ? ഇയാൾ ഏത് നേരത്ത് വന്നാലും എന്റെ ഫാമിലി അങ്ങനെ ആയിരിക്കും. എന്റെ കുടുംബം എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവമാണ്. അവരെ സംബന്ധിച്ച് ഞാനാണ് അവിടുത്തെ രാജാവ്. ഏതെങ്കിലും പെണ്ണുങ്ങൾ എന്നോട് സംസാരിച്ചാ അവര് റാണിയുമായിരിക്കും. അങ്ങനെയാണ് അവർ വിചാരിക്കാറുള്ളത്. അങ്ങനെ ഇരുന്നോട്ടെ, അതിനെന്താ? ആദ്യം നിങ്ങൾ രാജിവെക്കാൻ നോക്ക്. അതെ, ജനങ്ങളും രാജിവെക്കാൻ പറയുന്നു, നിങ്ങളും പറയുന്നു. എന്താ അതിന്റെ അർത്ഥം? പിന്നല്ലതാ, ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയായി മന്ത്രിസ്ഥാനം ഉള്ളത്? എന്താ മറന്നുപോയോ? ഈ മിനിസ്റ്റർ പദവിയല്ല എന്റെ ചേട്ടൻ തന്ന ദാനമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നേ? എല്ലാ പരശുരാമനൊപ്പം ഇത് പണിയാണ്. അവൻ ആ സെൻട്രൽ മിനിസ്റ്റർ നടുക്കല്ല കയറിയിരിക്കുന്നേ. നിങ്ങൾ ചോദിക്കുന്ന MP കോൺട്രാക്റ്റും ഒക്കെ അവന്മാർക്ക് കിട്ടുന്നോ ഇല്ലയോ? നിങ്ങൾക്ക് കിട്ടരുതെന്നുള്ള വാശിയിലാവുമാരെ.
അവനിരിക്കുന്നിടത്തോളം കാലം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ വിശ്വസിക്കേ, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. കഴിയുമെങ്കിൽ ആദ്യം അവനെ കൊന്നുകളാ. എന്താണ് കഴിയുമെങ്കിലൊന്ന് ആരോട് സംസാരിക്കുന്നത് അറിയാമോ? ആദ്യം അത് ചെയ്. ഏയ് ഒന്ന് ഇരിക്കണ അവിടെ, വെറുതെ ഇങ്ങനെ തിരക്ക് കൂട്ടാതെ ആദ്യം എന്താ ചേട്ടനോട് ചെയ്യേണ്ടത് ചോദിക്കേ. എന്ത് ചോദിക്കാൻ വെട്ടണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ വേണ്ടെന്ന് പറയും. ആ കോംപ്ലക്സ് മാറ്റർ അവൻ എപ്പോഴേ തീർക്കേണ്ടായിരുന്നു. നാളെ അവന്റെ ഇടത്ത് പോയി അവനെ തീർക്കുന്ന കാണിച്ചു തരാം. അമ്മാവാ സൂക്ഷിക്കണേ. ഇട്ട് കളഞ്ഞില്ലേ? വരുന്നതിന് മുമ്പ് ആ പരശുറാമി എന്റെ കയ്യിൽ കെട്ടിയിരിക്കണം. സതിയെ കൊന്നത് ആരായിരിക്കും അമ്മാവാ? അതാ മോളെ എനിക്ക് മനസ്സിലാവത്തെ. ഉറപ്പായിട്ട് ഇത് പരശുരാമൻ ചെയ്തതല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അവന്റെ കഥ കഴിച്ചത് ആരായിരിക്കും? RDXന് ശത്രുക്കൾ ഇഷ്ടം പോലെയുണ്ട്. അതിലാരെങ്കിലും ഒരാളായിരിക്കും ചെയ്തത്. എന്താ ഒരു ചെറിയ ഡിസപ്പോയിൻമെന്റ് നമ്മുടെ കൈകൊണ്ട് കൊല്ലാൻ കഴിഞ്ഞു. സദാ എന്റെ സദാ എന്താണ് ബ്രോ ഭയങ്കര ടെൻഷൻ ആയിട്ടിരിക്കുന്നത്? എന്ത് പറയാനാടാ. അതി നീ ബുള്ളറ്റിന്റെ കണ്ണിൽ കണ്ണുനീര് കണ്ടിട്ടുണ്ടോടാ? 4 വയസ്സിൽ കരഞ്ഞതാ. അതിനുശേഷം ഇപ്പോഴാടാ കരയുന്നത്. എന്താ എന്ത് പറ്റി? സദയെ വെടിവെച്ച് കൊന്നു കളഞ്ഞടാ. നീയും സദയും തമ്മിൽ എന്താ ബന്ധം? ആദി ഭാഗ്യത്തിന് ഈ പറഞ്ഞത് ആരും കേട്ടില്ല. നോർത്ത് മുഴുവൻ സദയുടെ കൺട്രോളില, സൗത്ത് മുഴുവനും ഈ ബുള്ളറ്റിന്റെ കൺട്രോളിലും. രണ്ടുപേരും കൂടെ ചേർന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം മൂക്കുകൊണ്ട് ഇക്ഷ വരപ്പിക്കുമായിരുന്നു. ഇപ്പൊ എല്ലാം പോയില്ലേ.
നെടുന്തൂടല്ലേ നഷ്ടമായത് എന്റെ അമ്മോ. ആണോ? എങ്ങനെ വെടിവെച്ചേ? എന്തിനാടാ ഇതൊക്കെ ചോദിക്കുന്നത്? അതൊരു വലിയ കഥയാണ്. വണ്ടിയിൽ വന്ന കുറെ ആളുകൾ തോക്കെടുത്ത് സതയായി ടപ്പ് 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 ടപ്പെന്ന് വെടിവെച്ച് കളഞ്ഞടാ. അത് നോക്കി എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? നടുവിലേക്ക് എടുത്ത് ചാടി ടപ്പ് ടപ്പ് ടപ്പെന്ന് 3 വെടിയുണ്ട് കൈ കൊണ്ട് പിടിച്ചെടുത്ത് പിന്നെയും തോക്കിനുള്ളിൽ സെറ്റ് ചെയ്യുന്ന ആ ഗ്യാപ്പില് സതയെ അവര് വെടിവെച്ച് കൊന്നു കളഞ്ഞടാ. എന്നാൽ അവർക്കെല്ലാം ഞാനൊരു കെണി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു നാൾ എന്താ നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പറയില്ല, ചെയ്ത് കാണിക്കും. എങ്കിൽ ചെയ്യടാ. നീ കൊച്ചു കുഞ്ഞല്ലേ, ക്ലാസ്സിൽ പോ. ഇതൊക്കെ വലിയ മനുഷ്യർ ചെയ്യുന്ന കാര്യങ്ങളാ. സതയെ കൊന്നത് ഞാനാടാ. ഇവിടെ നോക്ക്, ഞാൻ സങ്കടത്തിലാണെന്ന് പറഞ്ഞ് എന്നെ തമാശ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ. നേരെ ക്ലാസ്സിൽ പോ. സത്യമായിട്ട് ഇതുകൊണ്ടാണ് ഞാൻ വെടിവെച്ചത്. അയ്യോ ആ നാറ് കൈയൊന്ന് കാണിച്ച്. ഈ കയ്യില് എടാ 2 പേർക്കും ചായ മേടിച്ചോണ്ടോ പോ. ആദി, ഇനി നമ്മുടെ പയ്യന്മാരുള്ളപ്പോ ഇങ്ങനത്തെ മാജിക് ഒന്നും നീ കാണിക്കരുതടാ. എന്താന്ന് വെച്ചാ ഇപ്പോഴാണ് ഞാൻ ലൈറ്റ് ആയിട്ട് റൗഡീസം ഡെവലപ്പ് ചെയ്ത് ചായ മേടിക്കുന്ന ലെവൽ വന്നത്. അത് ഞാൻ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പൊറോട്ട വരെങ്കിലും എത്തിച്ചോട്ടെ മോനെ. ഈ കോളേജിനകത്ത് കിടന്ന അറാമ്പറപ്പ് വെറുതെ കാണിക്കാതെ RDXന്റെ മാർക്കറ്റിനകത്ത് പോയി കടയെല്ലാം അടിച്ചു പൊട്ടിച്ചെന്ന് വെച്ചോ, ഉടനെ അയക്ക് ന്യൂസ് പോകുമ്പോ നിനക്ക് ചായയും വടയൊന്നുമല്ല ബിരിയാണി വരെ വാങ്ങിത്തരും.